നമസ്കാരം. ഒരു ദീർഘദൂര വിമാനയാത്രയിൽ പൂർണ്ണ സമയം ഒന്ന് ചാരിക്കിടന്ന സുഖമായി ഉറങ്ങാൻ പോലും ആകാത്ത എക്കണോമി ക്ലാസ്സിൽ ഇരിക്കുന്നത് തീർച്ചയായും അസ്വസ്ഥജനകമാണ്. പ്രത്യേകിച്ചും ഫസ്റ്റ് ക്ലാസ്സിലുള്ളവർ സുഖമായി ചാരിക്കിടക്കുകയാണെന്ന് ആലോചിക്കുമ്പോൾ. എന്നാൽ വിമാനത്തിൽ സീറ്റ് അപ്ഗ്രേഡ് ലഭിക്കാൻ മാർഗങ്ങളുണ്ടെന്ന് ചീപ്പ് ഡീൽസ് എവേ യുകെയിലെ ഡയറക്ടർ ആയ ഡോൺ മോർവുഡ് പറയുന്നു. തികച്ചും സൗജന്യമായി ബിസിനസ് ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണമെന്നും അവർ പറയുന്നു. അതിൽ ആദ്യത്തേത് ജീവനക്കാരോട് നേരിട്ട് ചോദിക്കുക എന്നതാണ് എന്നും അവർ പറയുന്നു. ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് നല്ലൊരു പുഞ്ചിരി സമ്മാനിച്ച് ജീവനക്കാരോട് അപ്ഗ്രേഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ എന്ന് മര്യാദപൂർവ്വം തിരക്കണമെന്നാണ് അവർ പറയുന്നത്. വിനയപൂർവ്വമായിരിക്കണം ചോദ്യമെന്നും അവർ പറയുന്നു. എന്നാൽ അതിനായി നിങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ നേരത്തെ എത്തിയിരിക്കണം. അപ്പോഴായിരിക്കും പ്രീമിയം സീറ്റുകൾ കൂടുതൽ ലഭ്യമാവുക എന്നും അവർ പറയുന്നു. ഒരിക്കലും അപ്ഗ്രേഡ് ആവശ്യപ്പെടരുതെന്നും അതിനുള്ള സാധ്യത ഉണ്ടോ എന്ന് വിനയപൂർവ്വം തിരക്കുക മാത്രമല്ല ചെയ്യാവൂ എന്നും അവർ പറയുന്നു. മാന്യമായ വസ്ത്രധാരണവും ഇവിടെ നിങ്ങളുടെ സഹായത്തിനെത്തും. അതുപോലെ നിങ്ങൾ മധുവിധ യാത്രയിലാണെന്നോ പിറന്നാൾ ആഘോഷത്തിനുള്ള യാത്രയാണെന്നോ പറഞ്ഞാലും ക്യാബിൻ ജീവനക്കാരിൽ നിന്നും പ്രത്യേക പരിഗണന ലഭിച്ചേക്കാം. തിരക്ക് കുറഞ്ഞ സമയത്ത് യാത്ര ചെയ്യുമ്പോഴായിരിക്കും അപ്ഗ്രേഡിങ്ങിന് സാധ്യത കൂടുതൽ ലഭിക്കുക. എന്നാൽ മറ്റ് യാത്രക്കാരുടെ മുൻപിൽ വെച്ച് ഉറക്കെ ചോദിക്കുന്നതും ബോർഡിങ്ങിന് തൊട്ട് മുൻപായി മാത്രം ഗേറ്റിലെത്തുന്നതും ജീവനക്കാരോട് പരുഷമായി പെരുമാറുന്നതുമൊക്കെ അപ്ഗ്രേഡിംഗ് സാധ്യത ഇല്ലാതെയാക്കും എന്നോർക്കണം. അത്തരത്തിലുള്ള ചില ആകാശ വിശേഷങ്ങൾ പറയാം. അടുത്തിടെ വിമാനത്തിനുള്ളിൽ വെച്ച് ഒരു ഫ്ലൈറ്റ് അറ്റൻഡറിന്റെ കടിച്ച കിറുക്കൻ യാത്രക്കാരനെ പോലീസ് എത്തി ബലപ്രയോഗത്തിലൂടെ വിമാനത്തിൽ നിന്നും പുറത്താക്കി. വ്യാഴാഴ്ചയായിരുന്നു സംഭവം നടന്നത്. വിമാനത്തിൽ കയറി അധികം താമസിയാതെ തന്നെ ഇയാൾ ജീവനക്കാരുമായി കലഹിക്കാൻ തുടങ്ങുകയായിരുന്നു. മറ്റു യാത്രക്കാർക്ക് നിരന്തരം ശല്യമുണ്ടാക്കിയ ഇയാളോട് സീറ്റിലിരിക്കാൻ ആവശ്യപ്പെട്ടിട്ടും അതനുസരിച്ചില്ലെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു. സീറ്റിലിരിക്കാതെ വിമാനം യാത്ര തിരിക്കില്ലെന്ന് ക്യാപ്റ്റൻ മറ്റ് യാത്രക്കാരെ അറിയിച്ചു. സംഭവം മൂലം വിമാനം ഏതാണ്ട് 3 മണിക്കൂറോളം വൈകുകയും ചെയ്തു. അതുപോലെ ഒരു മുയൽ എഞ്ചിനിൽ കയറിയതിനാൽ യുണൈറ്റഡ് എയർലൈൻസിന്റെ ഒരു വിമാനത്തിന് അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടതായി വന്നു. ഞായറാഴ്ച രാത്രി ടെൻവ വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന ഉടനെ 2325 വിമാനത്തിന്റെ എഞ്ചിനിൽ നിന്നും തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. വിമാനം പറന്നുയർന്ന ഉടനെ ഉച്ചത്തിൽ ഒരു ശബ്ദം കേട്ടതായും അമിതമായ കുലുക്കം അനുഭവപ്പെട്ടതായും കനഡയിലേക്കുള്ള വിമാനത്തിലെ യാത്രക്കാർ പറഞ്ഞു. എന്നിട്ടും വിമാനം പറന്നുയരുകയായിരുന്നു. എഞ്ചിനിൽ നിന്നും ഓരോ നിമിഷവും അഗ്നിഗോളങ്ങൾ പുറത്തു വന്നിരുന്നതായി യാത്രക്കാർ പറയുന്നു. വിമാനത്തിലുള്ളവരെല്ലാം ഭയചരിതമാവുകയും ചെയ്തു. തുടർന്നായിരുന്നു നിർദ്ദേശം ലഭിച്ചതിനാൽ വിമാനം ടെൻവ വിമാനത്താവളത്തിൽ തന്നെ തിരിച്ചിറക്കിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് എഞ്ചിനുള്ളിൽ മുയൽ കുടുങ്ങിയതായി അറിയാൻ കഴിഞ്ഞത്. തുടർന്ന് 153 യാത്രക്കാരും 6 ജീവനക്കാരും മറ്റൊരു വിമാനത്തിൽ കാനഡയിലേക്ക് യാത്രയായി. അതുപോലെ ഫ്രണ്ടിയ എയർലൈൻസിന്റെ വിമാനത്തിന്റെ വീലുകൾ ലാൻഡിംഗ് സമയത്ത് പ്രവർത്തിക്കാതിരുന്നത് യാത്രക്കാരെ ഭയത്തിലാഴ്ത്തി. ഓൺലാൻഡോയിൽ നിന്നും 228 യാത്രക്കാരുമായി സാൻ ഗ്രുവാനിലേക്ക് പോവുകയായിരുന്ന വിമാനത്തിന്റെ ലാൻഡിംഗ് അവസാന നിമിഷം റദ്ദാക്കുകയായിരുന്നു. വിമാനത്തിന് ഒരു യന്ത്ര തകരാറ് സംഭവിച്ചതായിരുന്നു എന്നും മുൻഭാഗത്തെ വീൽ പൊട്ടിത്തെറിച്ചു പോയി എന്നും വിമാന കമ്പനി വക്താവ് അറിയിച്ചു. ഫ്ലൈറ്റ് ട്രാക്കിംഗ് കമ്പനിയായ ഫ്ലൈറ്റ് അവെയർ കാണിക്കുന്നത് വിമാനം വിമാനത്താവളത്തിന് മുകളിൽ 4 തവണ വട്ടമിട്ട് പറക്കുന്നതും പിന്നീട് 2ാം തവണ ഇറങ്ങാൻ ഒരുങ്ങുന്നതുമാണ്. വിമാനം വന്ന് സ്ഥിരമായ ഒരു പാറ്റേണിലായിരുന്നില്ല എന്ന് സംഭവം അന്വേഷിച്ച വിദഗ്ധർ പറയുന്നു. ഇടതുഭാഗത്തെ വീലാണ് പൊട്ടിയതെന്നും അതിന്റെ ചില ഭാഗങ്ങൾ എഞ്ചിനിൽ കുരുങ്ങിയെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.